ENT സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ജോൺ പണിക്കറാണ്. ഡോക്ടർ, എനിക്ക് 2 വർഷമായിട്ട് ഉറക്കമില്ലായ്മ. 2 വർഷം യൂട്രസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞൊക്കെ പിന്നെയാണ് നമുക്ക് ഉറക്കമില്ലായ്മ. ശരീരത്തിന് ഭയങ്കര ചൂടൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അത് വളരെ സ്വാഭാവികമാണ്. കാരണം ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ സെക്സ് ഹോർമോൺസ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ യൂട്രസൊക്കെ റിമൂവ് ചെയ്യുന്ന വ്യക്തികളിൽ നേരത്തെ മെനോപോസ്, ഓവറി എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓവറി എടുത്താൽ ഡെഫിനറ്റായിട്ട് വരും. ഓവറി എടുത്തില്ലെങ്കിൽ പോലും യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഏർലി മെനോപോസ് വരും. മെനോപോസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ലെവൽ ബോഡിയിൽ കുറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് സ്റ്റീറോയിഡ് പോലുള്ള ഹോർമോൺസാണ് ഇതെല്ലാം. സെക്സ് ഹോർമോൺസ് വളരെ വളരെ പ്രധാനപ്പെട്ട ആണ്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ആൻഡ്രോജനും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ലെവൽ വളരെ സ്ലോയിലാണ് പ്രായമാകുമ്പോൾ കുറയുക. പക്ഷേ ഈ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പറേഷനും അതോടൊപ്പമുള്ള നമ്മുടെ സ്ട്രെസ്സ്, ആ സമയത്ത് ഏത് വ്യക്തിക്കും കുറേ ടെൻഷനൊക്കെ കൂടിയെന്ന് വരാം. അത് വരുമ്പോൾ പെട്ടെന്ന് ഈ ഹോർമോൺ ലെവൽ കുറഞ്ഞതിൻ്റെ ആണ് ഈ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുന്നത്. അപ്പം രക്തക്കൊഴലിൻ്റെ പോലും കൺട്രാക്ഷന് റിലാക്സേഷനൊന്നും അത്ര പ്രോപ്പർലി കൺട്രോൾഡ് അല്ല. അത് നമ്മുടെ ബ്രെയിനിനെയും ബാധിക്കും. നമ്മുടെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനം, നമ്മുടെ ഹൃദയത്തിൻ്റെ ആയാലും ഹോർമോണിൻ്റെ പ്രവർത്തനമൊക്കെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടാണ്. അപ്പം അതിൽ ഈ പലപ്പോഴും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അപ്പം നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു സംഘർഷവും കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു ചെറിയ ഡോസിൽ സ്ലോലി ടേപ്പർ ഓഫ് ചെയ്യുന്ന രീതിയിൽ ഈ ഈസ്ട്രജനോ പ്രൊജസ്ട്രോണോ സ്മാൾ ഡോസിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലോങ് ടേമിൽ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഈ ത്രോംബോസിസ്, കാലിൽ ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാകാനുള്ള റിസ്ക് ഉണ്ടെന്നൊക്കെ പറയുന്നു. അതേപോലെ ഭാവിയിൽ ക്യാൻസർ വരാനുള്ളൊക്കെ റിസ്ക് ഉണ്ട്. പക്ഷേ എന്നാലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ ഈ ഒരു ഹോർമോൺ സ്ലോലി കുറയ്ക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ ആ ഏജിങ് ഓൾസോ അത് പ്രിവെൻറ്റ് ചെയ്യും. നമ്മുടെ സ്ത്രീകൾ മെനോപോസ് കഴിഞ്ഞാൽ പെട്ടെന്ന് വയസ്സാവുന്ന രീതിയിൽ കാണുന്നതിൻ്റെ ഒരു കാരണം ഈ ഹോർമോൺ സപ്പോർട്ട് പോകുന്നതാണ്. അപ്പോൾ അത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക, പറ്റുമെങ്കിൽ അത് ചെയ്യുക. പിന്നെ അതിനോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഉറക്കം കൂട്ടാനുള്ള ചില കാര്യം പറഞ്ഞല്ലോ, അതൊരു ശീലമാക്കുക. അതേപോലെ ടെൻഷൻ കുറവുള്ള കാര്യങ്ങളൊക്കെ കൂടുതലുള്ള കാര്യങ്ങളാവും നമ്മൾ അധികം ചിന്തിക്കാതെ, പ്രത്യേകിച്ച് ഈവനിങ്ങിൽ ചിന്തിക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും നമുക്കൊരു ഒരു മോഡറേറ്റ് എക്സസൈസ് വളരെ നല്ലതാണ്. ഡയറ്റ്, പ്രത്യേകിച്ച് നമ്മുടെ വൈകിട്ടത്തെ ഭക്ഷണം കഴിവതും ഇത്തിരി നേരത്തെ കഴിച്ച് ലൈറ്റായിട്ട് മാത്രം കഴിക്കുക. രാത്രി കിടക്കാൻ നേരം കുളിച്ചിട്ട് ഒന്ന് കിടക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് നമുക്ക് കുറച്ച് കൂട്ടാം. പക്ഷേ ഐ തിങ്ക് യു ഷുഡ് കൺസൾട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഇതിൻ്റെ അഭിപ്രായം ചോദിക്കണം കേട്ടോ. ഇത് ഒരു എന്താ പറയുക, റുമാറ്റിക് ടെൻഡൻസി ഉള്ള വ്യക്തികൾക്കാണ് ഈ ശരീരവേദന പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ ഉണ്ടാകുന്നതിന് കാരണം. അപ്പോൾ അങ്ങനെയുള്ള ആ രീതിയിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് തൈറോയ്ഡ് നോക്കേണ്ടി വരും. അതുപോലെ വിറ്റാമിൻ ഡിയുടെയോ അങ്ങനെയുള്ള കുറവുകളൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരവേദനയ്ക്ക് വിറ്റാമിൻ ഇ ചേർന്ന ഗുളികകൾ കഴിക്കാവുന്നത് ആ ശരീരവേദന കുറയാൻ നല്ലതാണ്. ഞാൻ മരുന്ന് ഇതിൽ കൂടെ പറയുന്നത് കറക്റ്റല്ല. മാത്രമല്ല ഒരു ആരോഗ്യമുള്ള ജീവിതചര്യ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, രാവിലെ പറ്റുമെങ്കിൽ ചെറിയ വെയിലത്ത് ഒരു അരമണിക്കൂർ നടക്കുന്നത് നല്ലതാണ്. അത് നല്ല ഉറക്കത്തിന് വളരെ നല്ലതാണ്. അതേപോലെ ഈവനിങ്, ആഫ്റ്റർനൂൺ കോഫി, ചായ ഇത് കഴിവതും അവോയ്ഡ് ചെയ്യാനുള്ള ശ്രമിക്കുക. രാവിലെ കാപ്പി കുടിക്കാം, ചായ കുടിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ കോഫിയിലും ചായയിലുമുള്ള കഫീൻ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്. അത് നമ്മുടെ തലച്ചോറിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഉറക്കം വരുന്നത് 2-3 ഹോർമോണിൻ്റെയും കൂടെ പ്രവർത്തനം കൊണ്ടാണ്. നമ്മുടെ ഒന്ന് ബയോളജിക്കൽ ക്ലോക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശീലം. അത് ബ്രെയിനകത്ത് തന്നെ അതിനൊരു പ്രത്യേക സെൻറ്ററുണ്ട്. നമുക്ക് ഒരു 24 മണിക്കൂറിനോളം വരുന്ന ഒരു ക്ലോക്കുണ്ട്. അതിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പലപ്പോഴും നടക്കുന്നത്. അകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസും മെറ്റബോളിസും എല്ലാം. അത് കൂടാതെ നമ്മൾ ഈ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കുറച്ചുകൂടെ കുറയും. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ടെമ്പറേച്ചർ ആ സമയത്ത് കൂടിയിരിക്കുന്ന അവസരത്തിൽ പറ്റുന്നുണ്ടെങ്കിൽ ഉറക്കം കുറവാണെങ്കിൽ ഒരു ചെറിയ AC വെച്ചിട്ട് റൂമൊന്ന് തണുപ്പിച്ചിട്ട്, നമ്മുടെ കാലത്ത് ഇപ്പം ഭയങ്കര ചൂടുള്ള സമയമൊക്കെ ആണല്ലോ പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്യുക. പിന്നെ രാത്രി ഒന്ന് ചൂടുവെള്ളത്തിൽ ഈ വാദം ടെൻഡൻസിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് കിടക്കുന്നത് നല്ല ഉറക്കത്തിന് നല്ലതാണ്. പിന്നെ ഏറ്റവും പ്രധാനം നമുക്കൊരു
ഒരു വൈകിട്ട് ഒരു 8 മണി 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിന് സംഘർഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ കഴിവതും നമ്മൾ ചിന്തിക്കാതിരിക്കുക. അതാണ് ഒരു പ്രധാന കാരണം. നാളെ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ നമ്മൾ വലിയ ടെൻഷനിലൊക്കെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ രാത്രി മുഴുവൻ ഇതും ചിന്തിച്ചാണ് കിടക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ജനറൽ ചെക്കപ്പ് എന്തായാലും ആവശ്യമുണ്ട്. ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് വേറെ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. പിന്നെ വിറ്റാമിൻ ഡിയും ഈ തൈറോയിഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.